blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ TV പ്രോഗ്രാമിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിങ്ങൾ കണ്ട അതേ ട്രിവാൻഡ്രം മെഗാ ഫെസ്റ്റിവലിലെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത്. ഇനി മിറക്കിൾസ് ടുഡേയുടെ സമയമാണ്. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നമ്മൾ കാണാൻ പോകുന്നത് ട്രിവാൻഡ്രം മെഗാ ഫെസ്റ്റിവലിൽ നടന്ന അവിടെ കേട്ട അതേ സാക്ഷ്യം തന്നെയാണ്. അവിടെ ഒരു സ്ത്രീ 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. കയ്യിലൊരു കുഞ്ഞുമായിട്ട് കർത്താവ് കൊടുത്ത ഒരു ദാനവുമായിട്ടാണ് വന്നത്. എനിക്ക് വലിയ വിശ്വാസമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ അവസരമാണിത്. അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ വയറിനകത്ത് ദൈവം ചെയ്യാനായി പോവുകയാണ്, നിങ്ങളുടെ ഉദരത്തിനകത്ത് ദൈവം ചെയ്യാനായി പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ ടെസ്റ്റിമണി കാണുക. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ നിങ്ങളൊരു കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യം കാണുമ്പോൾ തന്നെ ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. കുഞ്ഞുമായി നിൽക്കുന്ന ഈ സഹോദരിയുടെ പേര് അനിത എന്നാണ്. അനിത വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അടുത്ത് നിൽക്കുന്നത് ഈ സഹോദരിയുടെ മൂത്ത ചേച്ചിയാണ്. സ്ഥിരമായി നമ്മളുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാറുണ്ട്, ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2012 കഴിഞ്ഞ വർഷം ഈ ഒരു വിഷയമോർത്ത്, അനിയത്തിയുടെ ഈ ഒരു വിഷയമോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തിരുവല്ലയിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് ഈ വിഷയം എഴുതി കൊടുത്ത്. ആരാണ് വന്നത്? ചേച്ചി വന്ന് അത് ഈ വിഷയം എഴുതി കൊടുത്തു. അതിനുശേഷം സംഭവിച്ചത് ഏതോ അടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി തന്നെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി ബ്രദർ TVയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു, പ്രായമുള്ള പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വേറൊരാളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്നേഹമുള്ളൊരു ചേച്ചിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അനുജത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരികയും എഴുതി കൊടുക്കുകയും TV പ്രോഗ്രാം കാണുകയും കേട്ടപ്പോൾ അത് തന്റെ വിഷയമായി ഏറ്റെടുക്കുകയും എല്ലാം ചെയ്ത ഒരു ചേച്ചിയാണ്. ഈ ഒരു പ്രവചന ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അടുത്ത മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ താൻ പ്രഗ്നന്റ് ആണെന്ന് കണ്ടെത്തി. ഗ്രേറ്റ്, ഗ്ലോറി ടു ഗോഡ്. ഇപ്പോൾ ഒരു മാസം പ്രായമുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ, വളരെ സുന്ദരിയായ ഒരു 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഇപ്പോൾ. പെൺകുഞ്ഞാണോ? പെൺകുഞ്ഞാണ്. എന്ത് പേരിട്ടു? അശ്വതി എന്ന് പേരിട്ടു. അമ്മയുടെ പേര് അനിതയുടെ മകൾ അശ്വതി. 2 മാസം 13 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ശൂന്യമായ ദാമ്പത്യ ജീവിതം. ദൈവിക വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അനിതയെ അനുഗ്രഹിക്കുന്നു, അശ്വതിയെ അനുഗ്രഹിക്കുന്നു, ആലിസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളെ കൂടുതൽ ഉപയോഗിക്കണമേ. ഈ സാക്ഷ്യം കർത്താവിന്റെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം കടക്കാനായി പോവുകയാണ്. ഇന്നത്തെ സന്ദേശത്തിൽ ഇന്നലെ നിങ്ങൾ കണ്ട അതേ സന്ദേശത്തിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ഗെറ്റിംഗ് ക്ലോസർ ടു ജീസസ്. യേശുവിനോട് അടുത്ത് ചെല്ലുക. യേശുവിനോട് അടുത്ത് ചെല്ലാനായിട്ട് 3 വിധത്തിലാണ് നാം അടുത്ത് ചെല്ലേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള 3 വഴികളെക്കുറിച്ച് ബ്രദർ ഡയമൻ പഠിപ്പിച്ചു. ഒന്ന്,
ഏറ്റവും അധികം യേശുവിനെ നമ്മൾ സ്നേഹിക്കണം. രണ്ടാമതായിട്ട് യേശുവിനോട് അടുത്ത് ചേരണമെങ്കിൽ യേശുവിനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, മറ്റുള്ളവരെ കൂടെ നാം സ്നേഹിക്കണം. മൂന്നാമതായിട്ട് യേശുവിനോട് കൂടുതൽ അടുത്ത് നമുക്ക് നിൽക്കണമെങ്കിൽ യേശുവിന് വേണ്ടി എന്തും വിട്ടുകൊടുക്കാവുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം എത്തിച്ചേരണം. അതിൽ തന്നെ ബ്രദർ ഡാമിയൻ ഈ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട് യേശുവിന് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ഭർത്താവിനെയോ ഭാര്യയെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ ഒക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വെച്ച് ദൈവം നന്മകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില ആളുകൾക്കൊക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെ വിട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യേശു കർത്താവ് തന്നെയല്ലേ നമുക്ക് ഈ ഭാര്യയും മക്കളെയും അമ്മയും അപ്പനെയും ഒക്കെ തന്നത്. അപ്പോൾ പിന്നെ യേശു അങ്ങനെ ആവശ്യപ്പെടുമോ? സത്യത്തിൽ യേശു കർത്താവ് അത്തരം കാര്യങ്ങൾ പറയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ എംഫസൈസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ കൂടുതൽ അമിത പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് ഇത്തരം ചില കാര്യങ്ങളെ അവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചില ഉദാഹരണങ്ങൾ യേശു കർത്താവിൻ്റെ ടീച്ചിങ്സിലുള്ളത് ബ്രദർ ഡാമിൻ പഠിപ്പിച്ചു. ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു ഐ ഓപ്പണർ ആയിട്ടുള്ള, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മെസ്സേജിന്റെ ഒരു പ്രത്യേകത മനസ്സിലായിട്ടുള്ളത്, യേശു കർത്താവ് പഠിപ്പിച്ച പോലെ വലിയ കാര്യങ്ങൾ ബ്രദർ പഠിപ്പിക്കുന്നതും വളരെ ലളിതമായി, ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ കീനായിട്ട് അറ്റൻറ്റീവായിട്ട് ബ്രദറിൻ്റെ മെസ്സേജിൻ്റെ സമയത്ത് ഇരിക്കുന്നതാണ്. അതുപോലെ ലളിതമായിട്ടും വളരെ മനസ്സിലാവുന്ന രീതിയിൽ ഈ വലിയ സത്യങ്ങൾ ബ്രദർ അന്ന് പഠിപ്പിച്ചു വന്നു. അതെ, അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളിൽ ചില കാര്യങ്ങളായിരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു കൈ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണെടുത്ത് ചൂഴ്ന്നെടുത്ത് കളയുക. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ രണ്ട് കണ്ണുള്ളവനായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി പോവുക, സ്വർഗത്തിലേക്ക് പോവുക. അതുകൊണ്ട് നമ്മളൊരു പാപം ചെയ്താൽ നമ്മുടെ കണ്ണെടുത്ത് കളയേണ്ട അല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്വഭാവത്തെ നാം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറഞ്ഞു തോന്നുന്നു അല്ലേ? മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ, അതായത് സൂചിയുടെ ആ കണ്ണിലൂടെ, നൂല് കോർക്കുന്നതിലൂടെ കടന്നു പോകുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധനവാന്മാർ ആരും പോകില്ലെന്നാണ് സാധാരണ ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ധനത്തിൽ ആശ്രയിക്കരുത്. ധനമായിരിക്കരുത് നമ്മുടെ ഒന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം യേശുവായിരിക്കണം. നമ്മുടെ ധനം മുഴുവൻ യേശുവായിരിക്കണം. ഇതാണ് അതുകൊണ്ട് സത്യം. ധനവാന്മാർ ധനത്തിൽ ആശ്രയം വെക്കരുത് എന്നുള്ളതാണ് യേശു കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം ബ്രദർ പറഞ്ഞത്, ഒരു ചെകിട്ടത്ത് അടിക്കുന്നതിന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും യേശു ആക്രമണ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന്, കള്ളന്മാരെ ജ്യൂസ് കൊടുത്ത് സ്വീകരിക്കണമെന്ന്. പക്ഷേ യേശു അതല്ല അവിടെ പഠിപ്പിക്കുന്നത്. ആ ഒരു പാസേജിലൂടെ യേശു അവിടെ പഠിപ്പിച്ചത് ശത്രുക്കളെയും സ്നേഹിക്കാനുള്ളൊരു മനോഭാവത്തിലേക്ക് വളരുക എന്നുള്ളതായിരുന്നു ബ്രദർ പറഞ്ഞു തന്നത്. അതെ അതെ, ശത്രുക്കളെയും സ്നേഹിക്കുക എന്ന് പറയുന്ന മനോഭാവം. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കണ്ണിൽ കോലിരിക്കുക, മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുക എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് ഇതിന്റെ വിശദീകരണങ്ങൾ, അതിന് വിശദമായ അർത്ഥങ്ങൾ ഇന്നത്തെ സന്ദേശത്തിൽ നമുക്കതിപ്പോൾ കാണാം. Let's march to another verse. മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. Luke chapter 14. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം verse number 26. 26-ാമത്തെ വചനം. If anyone comes to me and does not hate his father and mother, his wife and children, his brothers and sisters, yes, even his own wife, he cannot be my disciple. ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. And in the same chapter, verse number 33, അതേ അധ്യായം തന്നെ 33-ാമത്തെ വചനം. in the same way, അതുപോലെ തന്നെ any of you who does not give up everything he has cannot be my disciple. നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതെല്ലാം വിട്ടുകളയുന്നില്ലെങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. Confusing. അയ്യോ മൊത്തം കുഴപ്പമാണല്ലോ. This is why, brother, I told you, if you go closer to Jesus, it is full of problems. ഇതാണ് ബ്രദർ ഞാൻ നേരത്തെ പറഞ്ഞത്, യേശുവിനോട് കൂടുതൽ അടുക്കാൻ പോയ പ്രശ്നമാണ്. What did you read there? എന്താ നിങ്ങൾ വായിച്ചത്? Jesus says, if you want to become my disciples, you have to hate your father, you have to hate your mother, you have to hate your wife, you have to hate your children, you have to hate them.
ഇവിടെ പറയുന്നു, യേശു പറയുന്നു, നിങ്ങൾ യേശുവിനോട് സ്നേഹിക്കണമെങ്കിൽ, ശിഷ്യനാകണമെങ്കിൽ അപ്പനെ വെറുക്കണം, അമ്മയെ വെറുക്കണം, ഭാര്യയെ വെറുക്കണം, മക്കളെയും വെറുക്കണം. I don't want this Bible. എനിക്ക് ഈ വചനം ഒന്നും പറ്റത്തില്ല. Hallelujah. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? In verse 33 he says, ഈ 33-ാം വചനത്തിൽ അവൻ പറയുന്നു, in the same way any of you who does not give up everything he has cannot be my disciple. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതെല്ലാം വിട്ടുകളയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. What is this? ഇതെന്താണ്? Tell me, what is this? ഇത് പേഴ്സ്. കാശുണ്ടോ ഇതില്? Yes. You have to throw it away. പൈസ ഉണ്ടെങ്കിൽ അത് എറിഞ്ഞു കളയണം യേശുവിന് വേണ്ടി. Then only you will be my disciple. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് യേശുവിന്റെ ശിഷ്യനാകാൻ പറ്റൂ. Is that what Jesus is saying? അതാണോ യേശു പറഞ്ഞത്? No money, no wife, no children, no father, no mother, no brother, no sister, no land property, only me. അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, കുഞ്ഞുങ്ങളില്ല, സ്വത്തില്ല, വീടില്ല, കിടക്കാൻ സ്ഥലമില്ല, ഞാൻ മാത്രം. Many people are afraid to read these verses. പല ആളുകൾക്കും ഈ വചനങ്ങളൊക്കെ വായിക്കാൻ പേടിയാണ്. And the same Jesus is saying, love your neighbor. അതേ യേശു തന്നെ പറയുകയാണ്, നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക. So throw away your wife, your children, and love your neighbor. നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക, എന്നിട്ട് അയൽക്കാരെ സ്നേഹിക്കുക. Is that the interpretation of this verse? അതാണോ ഈ വാക്യത്തിന്റെ അർത്ഥം? Hello. Tell your neighbor, we are going to go deeper. അടുത്തിരിക്കുന്ന ആളോട് പറയാ, നമ്മൾ വളരെ ആഴത്തിൽ പോകും, and we will go higher. നമ്മൾ വളരെ ഉയരെയും പറക്കും. Take your right hand. നിങ്ങളുടെ വലത് കൈയെടുത്ത്. We'll go deeper. നമ്മൾ ആഴത്തിൽ പോകും, we'll go higher. നമ്മൾ ഉയരെയും പോകും. One more time. നമ്മൾ ആഴത്തിലും പോകും, ഉയരത്തിലും പോകും. Hallelujah. Hallelujah. Now I am going to explain this to you. ഈ വാക്യം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോവുകയാണ്. Are you ready? നിങ്ങൾ റെഡിയാണോ? Jesus said, if you have an ear, let him hear. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Hallelujah. Amen. You have 2 ears. നിങ്ങൾക്ക് 2 ചെവിയുണ്ടെങ്കിൽ, not these 2. ഈ 2 ചെവിയല്ല, physical ears and spiritual ears. ഇവിടെയുള്ള ചെവിയും ആത്മീകമായ ചെവിയും. Hallelujah. Amen. That means you have to open your heart and receive the message. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് സന്ദേശത്തെ സ്വീകരിക്കണം. Are you ready? നിങ്ങൾ തയ്യാറാണോ? Here Jesus is saying, until and unless you hate all your family members and relatives, you cannot be my disciple. This is an overstatement to give the maximum emphasis. ഇത് ഇവിടെ യേശു പറയുന്നുണ്ട്, നീ എൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും നിനക്കുള്ളതെല്ലാം വിട്ടുകളയണമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ഇത് യേശു ഉദ്ദേശിക്കുന്ന വിഷയത്തെ അതീവ ഗൗരവമായി പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി യേശു പറയുന്നൊരു കാര്യമാണ്. Hello. I'm going to prove this. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. This is Jesus style. ഇത് യേശുവിന്റെ ഒരു സ്റ്റൈലാണ്. Can I give you some more verses? കുറച്ചുകൂടി വാക്യം തരട്ടെ. Is your notebook ready? നിങ്ങളുടെ നോട്ട്ബുക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? Pen ready? പേനയൊക്കെ തെളിയുന്നുണ്ടോ? Ears ready? ചെവികൾ റെഡിയാണോ? Matthew chapter 5. മത്തായി സുവിശേഷം 5-ാം അധ്യായം verse number 29-30. 29-ാം വചനം 30-ാം വചനം. If your right eye, take the pointing finger and touch your right eye. നിങ്ങളുടെ ചൂണ്ടുവിരൽ എടുത്തിട്ട് നിങ്ങളുടെ വലത്തെ കണ്ണിന്റെ അവിടെ വെക്കുക. If your right eye causes you to stumble, gouge it out and throw it away. നിന്റെ വലത് കണ്ണ് പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. How many of you have done that? നിങ്ങൾ എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഈ കണ്ണുകൊണ്ട് എന്തെങ്കിലും വേണ്ടാത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ യേശു എന്താ പറയുന്നത്? ഒരു മൂർച്ചയുള്ള കത്തിയെടുത്ത് അതിനെ കുത്തി തുരന്ന് വേസ്റ്റ് ഓട്ടയിലിടാൻ. Is that the meaning? അതാണോ അതിന്റെ അർത്ഥം? Is that the meaning? അതാണോ അതിന്റെ അർത്ഥം? Okay, let's continue. It is better for you to lose one part of your body than for your whole body to be thrown into hell. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ ഒരവയവം നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. Verse number 30. And if your right hand, take the right hand, lift your right hand up. നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തി പിടിച്ചേ.
only right hand. If your right hand, നിങ്ങളുടെ വലത് കൈ, if your right hand causes you to stumble, cut it off and throw it away. It is better for you to lose one part of your body than for your whole body go into hell. നിന്റെ വലത് കൈ പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു അവയവം നഷ്ടമാകുന്നതാണ് നിനക്ക് നല്ലത്. How many of you have done sins with your right hand? നിങ്ങളുടെ വലത് കരം ഉപയോഗിച്ച പാപം ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? അയ്യോ, so many people. ഒത്തിരി 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 ആളുകൾ. ഒരു കത്തിങ് എടുത്തോണ്ടെന്ന് എല്ലാത്തിനെയും വെട്ടാൻ പോവാ. This man also, this translator, this man also has done sins. So we are going to cut this hand. ഈ കൈ ഇപ്പോൾ വെട്ടിക്കളയാൻ പോവുകയാണ്. Because it is better to go to heaven with only one hand than going into hell with both hands. രണ്ട് കൈയും പൊക്കി നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഒരു കൈയില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. What is the meaning? എന്താണ് അർത്ഥം? Explain it to me. നിങ്ങളൊന്ന് വിശദീകരിക്കാമോ? Jesus is not asking all the boys and girls and men and women, ladies and gentlemen, to cut away, because you will have to cut both hands and both legs, because with all the members of your body you have committed sins. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ കൈയും കാലൊക്കെ വെട്ടുവാണെങ്കിൽ എല്ലാ അവയവങ്ങളും തന്നെ നിങ്ങൾക്ക് കളയേണ്ടി വരും. കാരണം നമ്മുടെ എല്ലാ ശരീരത്തിലെ അവയവങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പാപം ചെയ്യുന്നത്. രണ്ട് കണ്ണുകൊണ്ടും പാപം ചെയ്തിട്ടുണ്ട്, രണ്ടും കുത്തിക്കളഞ്ഞു. രണ്ട് കണ്ണുകൊണ്ട് പാപം ഞാൻ നാവ് എടുത്ത് കളഞ്ഞു, കാതുകൊണ്ട് വേണ്ടാത്ത അതും കളഞ്ഞു, പിന്നെയുള്ളത് കൈയും അതും കളഞ്ഞു, പിന്നെ ഹാർട്ട് കൊണ്ട് വേണ്ടാത്ത അതും കുത്തി തുറന്നു കളഞ്ഞു. പിന്നെ എന്തുണ്ട്? എന്ത് സ്വർഗത്തിൽ കൊണ്ടുപോകും? That is not the meaning. അതല്ല അതിന്റെ അർത്ഥം. അടുത്ത ആളോട് പറഞ്ഞേ, ഗുഡ് ന്യൂസ്. പറഞ്ഞേ നല്ലൊരു വാർത്തയുണ്ട്. ഹലോ, ഗുഡ് ന്യൂസ്. നല്ല വാർത്ത കേട്ടോ. സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറ. സന്തോഷ വാർത്ത. ഹലോ, സന്തോഷ വാർത്ത. ഹലോ, സന്തോഷ വാർത്ത. That is not the meaning Jesus is talking about. യേശു ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതൊന്നുമല്ല. Hallelujah. 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 Jesus is trying to convey how to control, the importance of controlling your bodies. നിങ്ങളുടെ ശരീരങ്ങളെ എങ്ങനെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് അതിനെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം കർത്താവ് പറയുക. അതിന്റെ എത്രത്തോളം പ്രാധാന്യം നിങ്ങൾ അതിനെ കൽപ്പിക്കണമെന്നാണ് യേശുവിടെ പറയുന്നത്. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അത് വെട്ടിക്കളയുന്നതാണ് നല്ലത് എന്ന് യേശു പറയുമ്പോൾ പാപം ചെയ്യുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി ശക്തമായ ഒരു ഭാഷാ ശൈലി യേശു ഉപയോഗിക്കുകയാണ് ഇവിടെ. സന്തോഷ വാർത്ത. ഹല്ലേലൂയ. 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 Can I give you one more verse? ഒരു വാക്യം കൂടി തരട്ടെ. Confusing verse. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വാക്യം കൂടെ. Matthew 19. മത്തായി സുവിശേഷം 19 അധ്യായം verse number 24. 24 വചനം. Again I tell you, it's easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ പറയുന്നു. ഇത് തിരുവനന്തപുരത്തെ ബൈബിളിലുണ്ടോ? എത്ര പേരുടെ ബൈബിളിലുണ്ട്? കൈകളിൽ നിന്ന് ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഈസിയർ ഫോർ എ camel. ഒരു ഒട്ടകത്തിന് It is easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. ഒരു ഒട്ടകം സൂചിയുടെ ആ കണ്ണിലെ കുഴ അതിലൂടെ കടക്കുന്നതാണ് ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമെന്ന്. What is the meaning of this verse? എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? Jesus is saying, യേശു പറയുന്നു, hello, if you love your money, നിങ്ങൾ നിങ്ങളുടെ പണത്തെ സ്നേഹിച്ചാൽ you will never go to the kingdom of God. നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. That's why Jesus said no one can serve two masters. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആർക്കും രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. Either me or mammon, the money god. ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ പണം. Hallelujah. Hallelujah. That is the meaning. അതാണ് അതിന്റെ അർത്ഥം.
ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ശ്രീന ബിജുവിനായി പ്രാർത്ഥിക്കുന്നു. മകൻ യദു കൃഷ്ണയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തൻ്റെ വലത് കണ്ണിൻ്റെ ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ആ ചെവിയുടെ പിന്നിലുള്ള റെഡ്നസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൻ്റെ ശരീരത്തിൽ പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജെസിമോൾ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവെ, തനിക്ക് വീസ ലഭിക്കേണ്ടതിനും വെസ്റ്റ് ഇൻഡീസിലേക്ക് വളരെ സന്തോഷകരമായ ഒരു യാത്ര ലഭിക്കേണ്ടതിനുമായി പ്രാർത്ഥിച്ച് ഈ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ജയ തോമസിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകൾ ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, താൻ IELTS എക്സാം എത്രയും വേഗം പാസ്സാകുവാൻ, തനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ ഒക്കെയുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാവേലിക്കരയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൻ സന്തോഷിനും ഭാര്യ ഷൈനിക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ഒരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നളിനി മേനോൻ കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. 2 മക്കൾ കർത്താവെ, ആരതിക്ക് വേണ്ടിയും ഗീതാഞ്ജലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓരോ സ്പോൺസറെയും, അവരോട് ബന്ധപ്പെട്ടവരെയും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെയും ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. തുടർന്ന് ഇന്ന് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയും വളരെ പ്രയാസത്തിലിരിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ ഇതിനു മുൻപ് ഓരോ ദിവസവും കണ്ടിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. TV സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ കൈകൾ ഓരോ വ്യക്തിയുടെ മേലും നീട്ടി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വെരിക്കോസ് വെയിൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ തൈറോയിഡ് പ്രശ്നമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഷുഗർ, പ്രഷർ, അതിലുള്ള വേരിയേഷൻ ചിലർക്ക് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇതുപോലെ ശരീരത്തിലുള്ള ഏത് പ്രയാസമായിക്കോട്ടെ, വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അപസ്മാര രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഒരു അപസ്മാര രോഗി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ശരീരത്തിൽ പ്രത്യേകമായൊരു വിറയൽ ഉണ്ടായിട്ട് എന്തോ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ്, മാറിപ്പോവുകയാണ്, ദുർശക്തി മാറിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. രാജം എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ആസ്മ രോഗമുള്ള രാജം യേശുവിൻ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. 3 പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, ഗർഭിണിയായി, പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. 4ാമതും ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം യേശുവിൻ നാമത്തിൽ അവർക്ക് അത്ഭുതകരമായി ഇനിയൊരു പ്രശ്നമില്ലാതെ കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. കടഭാരത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ വിശ്വസിക്കുക. അസാധ്യമായി യേശുവിന് ഒന്നുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ കടബാധ്യതകൾ മാറട്ടെ. അതുപോലെ ആ കുടുംബമായി മരിക്കണം, എല്ലാം മതിയായി മരണം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കുടുംബം യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ മരണത്തിൽ നിന്നും അവർ പിന്തിരിയട്ടെ. മദ്യപാനത്തിന് അടിമകളായ ഒത്തിരി വ്യക്തികളെ ഈ സമയത്ത് കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. പുകവലി, അതുപോലെ മയക്കുമരുന്ന്, ഇതിലൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. നട്ടലിൽ പഴുപ്പ് ബാധിച്ചൊരു വ്യക്തിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. അതുപോലെ ഒരു പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇനി കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, അതുപോലെ മരണത്തോട് മല്ലടിക്കുന്നൊരു പിഞ്ചു കുഞ്ഞ്. ഒത്തിരി മാതാപിതാക്കൾ നേർച്ചകൾ നേർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കർത്താവ് നിങ്ങളുടെ നിലവിളി കേട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി, ആ കുഞ്ഞ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ നേർച്ചകൾ കൊണ്ടല്ല, യേശുവിൻ്റെ കരുണ കൊണ്ട് കർത്താവ് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ദൈവിക വിടുതലുകൾ ഓരോ ആവശ്യങ്ങളിലേക്കും വരട്ടെ.
കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹപ്രായമെത്തി ഇതുവരെ വിവാഹം നടന്നിട്ടില്ലാത്ത യുവതി യുവാക്കന്മാർക്ക് വിവാഹങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിക്കുന്ന ഞാൻ നിങ്ങളുടെ പേരോ നിങ്ങളുടെ വിഷയം എടുത്തു പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ചൊരിയപ്പെടട്ടെ. ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് കൂടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും പറയണം. ഇതിനെ പരിചയപ്പെടുത്തുക, കാണുന്നവരോടൊക്കെ പറയുക. അവരും യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ബൈബിളാനുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ച പുരോഹിതനാര്? വിച്ച് പ്രീസ്റ്റ് ഡൈഡ് ബൈ ഫോളിംഗ് ആൻഡ് ബ്രേക്കിംഗ് നെക്ക്? ഓപ്ഷൻസ്: എ ഏലി, ബി അഹരോൻ, സി ലേവി, ഡി അബിഹു. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.